ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു ബീച്ച് സൈഡിലേക്ക് പോവാണ്. അപ്പോൾ ഈവനിങ് പോക്ക് നമ്മൾ എവിടെ പോകുന്നത്? നല്ല വഴിയുണ്ടോ? ബീച്ച് സൈഡിലാണ് കുറച്ചുകൂടെ പോവുക. നമ്മൾ പോകാൻ സാധ്യതയില്ലാത്ത ഒരു ബീച്ച് സൈഡിൻ്റെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മാൽദീവ്സ് വ്ലോഗ്. ഞാൻ ജോഹാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ബീച്ച് സൈഡിൽ നടക്കാമെന്ന് വിചാരിച്ച് മെയിൻ ഉദ്ദേശം നമ്മളത് നിങ്ങളൊന്ന് ഞങ്ങളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ്. അപ്പോൾ വെറുതെ ഇരുന്ന് പറഞ്ഞ ഒരു സുഖമില്ലല്ലേ? അപ്പോൾ അത് ഒരു സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ നടന്നുകൊണ്ട് കുൾമാലയൊക്കെ കാണിച്ച് ബീച്ച് സൈഡൊക്കെ കാണിച്ച് അങ്ങനെ ഞങ്ങളുടെ വിശേഷങ്ങളും പറഞ്ഞ് അങ്ങനെ പോകാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട്. കുറേ പേര് ഞങ്ങൾ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു എന്താ എവിടെ നിന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ മുന്നിലാണ് ബീച്ച്. അപ്പോൾ നേരെ ബീച്ചിലേക്ക് നമ്മൾ പോവാണ്. നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. നേരെ ബീച്ചിലേക്കുള്ള റൂട്ട് ഇതാട്ടാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവള് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ സ്കൂളിൽ പഠിക്കുക. അപ്പോൾ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ ഫാനിട്ട് കറങ്ങുന്ന പോലെ. Then we are coming from കോഴിക്കോട്. വെറുതെ ഇംഗ്ലീഷ്. നമ്മളിവിടെ ബീച്ച് സൈഡിൽ ഇത് ഒരു ഊഞ്ഞാൽ പോലത്തെ സാധനമുണ്ട്. പുതിയതായിട്ട് വെച്ചാന്ന് തോന്നുന്നത്. നല്ല രസമുണ്ട് കാഴ്ച ഇരിക്കാൻ. പിന്നെ ബീച്ചിന്റെ ഇവിടെ ആയിട്ട് പുതിയ വെച്ചിട്ടുണ്ട്. ഊരിക്കൊണ്ടുപോയി ഗൈസ്. കാണിച്ചു തരാം ഗൈസ്. പക്ഷെ ഊരിക്കൊണ്ടുപോയി 2 വടി അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ഞാൻ വന്നിരിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ കാരണവശാൽ അത് പോയി ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ആക്കി. ഇവിടെ നല്ല സുഖമുണ്ട്. നല്ല കാറ്റാ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് 1.5 വർഷമായി. ഞാൻ 5th തൊട്ട് ഇവിടെ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും ഇവിടെ ആയതുകൊണ്ട് ഞാനും ഈ കൊല്ലം ഇവിടെ ചേർന്നേ ഉള്ളൂ. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് ഇവിടെ പഠിക്കുന്നത്. നാട്ടിൽ നമ്മൾ അപ്പോൾ ഞങ്ങൾ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം കുറേ നാളത്തെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, ഡ്രീം. 5ാം ക്ലാസ് നമ്മൾ 4ാം ക്ലാസ് പോലെ ഈ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയോ അപ്പോൾ തന്നെ നമുക്ക് ഇത് ചാനൽ തുടങ്ങണമെന്നോ അതിൻ്റെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നടന്നില്ല. ഇപ്പോഴാണ് നടന്നത്. നമ്മളിപ്പോൾ മാൽദീവ്സിൽ എത്തിയപ്പോൾ നമുക്ക് ചാനൽ തുടങ്ങാൻ പറ്റി. നിങ്ങൾക്ക് മാൽദീവ്സിനെ കൂടുതൽ വ്ളോഗുകൾ ഇടാൻ പറ്റി. അങ്ങനെ ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 മാസമായിട്ട് നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ഇട്ട് പോകുന്നുണ്ട്. ഇത്രയും കാലം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ എന്താ പറയാൻ പറ. അപ്പം ഞാൻ 6ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. രഹന്തി സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ 8th-ലാണ്. നല്ല സുഖമാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തരുന്ന ഒരു ക്ലാസ്സുകൾ. നമ്മുടെ ചാനലിലേക്ക് കൂടെ നമ്മുടെ മാൽദീവ്സ് വ്ലോഗും നമ്മൾ പോകുന്ന ട്രാവൽസും അതുപോലെ ഇവിടെ നമ്മുടെ ഡെയിലി ലൈഫും പിന്നെ നമ്മളിവിടെ എന്തൊക്കെയാണ് എൻജോയ് ചെയ്യുന്നതെന്നും പിന്നെ ഞങ്ങളുടെ സ്കൂളിനെ കുറച്ചൊക്കെയാണ്. പഠിത്തമായിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് പക്ക ഇംഗ്ലീഷ് ആട്ടാ. ഇവിടുത്തെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലാംഗ്വേജ് നല്ലതാണ് ഗൈസ്. ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് വേണ്ട അവർക്കുള്ള ഡൗട്ട്സും എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വരുന്നതാണ്. എനിക്കിവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. എല്ലാം കാണാൻ ഞങ്ങൾക്ക് പുതിയതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. സീപ്ലെയിൻ അതുപോലെ തന്നെ ഇവിടുത്തെ ചെയറൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ്. നാട്ടിൽ ഞങ്ങൾ കോഴിക്കോടിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റാറില്ല. ഇപ്പോൾ ബീച്ചിൽ തന്നെയാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും പോയാലേ ഉള്ളൂ 60 കിലോമീറ്റർ ബീച്ചിലേക്ക് എത്താൻ വേണ്ടി തന്നെ. ഇവിടെ ഒരു 10-20 മീറ്റർ നടക്കുമ്പോഴത്തേക്കും ബീച്ച് തന്നെയാണ്. ബീച്ചിൽ എന്ന് വരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറേ അറിവ് കിട്ടി. നാട്ടിൽ നിന്ന് നീന്താൻ അറിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നീന്തലിൻ്റെ എന്തൊരു ടെക്നിക്സും
പഠിത്തത്തിനോടൊപ്പം ഞാൻ യൂട്യൂബ് ചാനൽ ഇപ്പം കൊണ്ടുപോവാണ്. നമ്മുടെ എയിം എന്ന് പറയുന്നത് പഠിത്തമാണല്ലോ മെയിൻ സാധനമാണ്, ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പഠിത്തം നന്നായി പോകുന്നു. ഇവിടെ രാവിലെ പോയി നമ്മൾ ഉച്ചയാകുമ്പോഴേ എത്തും. പിന്നെ നമുക്ക് ടൈമുണ്ട് പഠിക്കാനും യൂട്യൂബ് വീഡിയോ എടുക്കാനും അത് പോസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു വിഷയമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഈ ഞങ്ങളിപ്പോൾ പഠിക്കുന്ന ഹിന്ദി സ്കൂളിൽ ഭയങ്കര കുറവാണ് മലയാളികൾ പഠിക്കുന്നത്. ഞങ്ങളിങ്ങനെ വേറെ മറ്റേ ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വീട് ഇട്ടിട്ട് ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീട് ഇടുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവരും കാത്തിരിക്കാം. ബൈ ബൈ.